എന്തിനാണ് ഈ തപസ്? ശിവന് വേണ്ടിയോ? അതെ അതെ, ശിവന് വേണ്ടി തന്നെ. ഹേ പാർവതി, ശരിക്കും നീ ശിവനെ ഭർത്താവായി ആഗ്രഹിക്കുന്നു? ശിവനോ അശിവനോ ശ്മശാനത്തിലാണ് താമസം. പോരാത്തതിന് 3 കണ്ണുകൾ, വസ്ത്രമോ പുലിത്തോല്, ശരീരമാകെ ചിതാഭസ്മം, കൂടെ കുറെ ഭൂതഗണങ്ങള് ജടയും പിടിച്ച് നടക്കുന്നു. ആ ശിവനെ തന്നെ വേണമോ നിനക്ക്? കഷ്ടം. അരെ വാചാല, ധിക്കാരി, മാറിന്റെ മുമ്പിൽ നിന്ന്. ഈ ലോകത്ത് ആർക്കും ശിവന്റെ യഥാർത്ഥ രൂപം എന്തെന്നറിയില്ല. നീ നിന്റെ സ്വഭാവമാണ് പറഞ്ഞു നടക്കുന്നത്. സഖി വിജയെ, പോകാം. ആരാണോ മറ്റുള്ളവരെ പരിഹസിക്കുന്നത് അവൻ പാപിയാണ്. അത് കേൾക്കുന്നതും പാപമാണ്. വരൂ, നമുക്ക് പോകാം. രണ്ടാമത്തെ പുത്രനായി ശ്രീ കാർത്തികേയൻ ജന്മമെടുത്തു. അങ്ങനെ ആ ശിവകുടുംബം സന്തോഷത്തോടെ വസിക്കുന്നതിനിടയിൽ ഒരു ദിവസം നാരദ മഹർഷി ആഗതനാകുന്നു. നാരായണ നാരായണ. എന്താണ് നാരദ അങ്ങയുടെ ആഗമനോദ്ദേശം? എന്തെങ്കിലും മുന്നിൽ കണ്ടിട്ടുണ്ടാവും? നാരായണ നാരായണ. ഭഗവാനെ, ഏറ്റവും അമൂല്യമായ വിശിഷ്ടമായ ഒരു മാമ്പഴം എനിക്ക് ലഭിച്ചു. ഇത് വെറും പഴമല്ല, ജ്ഞാനപ്പഴമാണ്. ഇത് ഞാൻ പരമ്പൊരുളായ മംഗളസ്വരൂപനായ അങ്ങേക്കല്ലാതെ ആർക്കാണ് നൽകുക? ഓഹോ, അപ്പോൾ ഇന്ന് മാമ്പഴവുമായിട്ടാണ് വരവ്. ഇന്നത്തെ കഥാപാത്രം മാമ്പഴമാണല്ലേ? മഹാദേവ, ഇങ്ങനെ പരിഹസിക്കരുതേ. ആ പഴം സ്വീകരിക്കൂ. എന്റെ അർദ്ധാംഗിനിയും ശക്തിയുമായ ദേവി തന്നെ ഈ പഴത്തെ ഭുജിച്ചാൽ ഇതാണ്. വേണ്ട വേണ്ട, അങ്ങ് തന്നെ ഭുജിച്ചാലോ. ഇത് ദേവിക്കായിട്ടാണ് കൊണ്ടുവന്നത് അല്ലേ നാരദ? എങ്കിൽ ഇത് നമ്മുടെ മക്കൾക്ക് കൊടുക്കാം, അവർക്ക് സന്തോഷമാവും. അമ്മേ, അച്ഛാ, എനിക്കിതാ മാമ്പഴം, എനിക്കിതാ. എങ്കിൽ ഞാൻ ഇത് മുറിച്ചു തരാം. നാരായണ നാരായണ. അത് മുഴുവനും കഴിക്കണം, എങ്കിലേ ഫലം കിട്ടൂ. എന്നാൽ ഒരു പന്തയം വയ്ക്കാം. നിങ്ങൾ 2 പേരിൽ ആരാണോ ആദ്യം ലോകം ചുറ്റി വരുന്നത് അവന് ഈ മാമ്പഴം നൽകുന്നതായിരിക്കും. എന്ത്, ഇത്രയാണോ? ലോകം ചുറ്റി വരണോ? ദാ എത്തിക്കഴിഞ്ഞു. അല്ല നാരദരെ, അച്ഛനും അമ്മയും ഈ ലോകത്തിന് അധികരല്ലേ? എന്താ സംശയം? അച്ഛനമ്മമാരേക്കാൾ വലിയ ലോകമുണ്ടോ? അപ്പോൾ അവയെ വലം വെച്ചാൽ ലോകം ചുറ്റിയതുപോലെ ആവില്ലേ? നാരായണ നാരായണ. ഈ മാമ്പഴം എങ്ങനെ ഏട്ടൻ കിട്ടി? കൊള്ളാം, എല്ലാവരും ചേർന്ന് നടത്തിയ നാടകം കൊള്ളാം. എന്നെ പറ്റിക്കുകയായിരുന്നല്ലേ? ഞാൻ കാണിച്ചു തരാം. ഇനി എന്നെ ആരും അന്വേഷിക്കണ്ട. കാർത്തികേയ, മുരുക, വേഗമാ.
നീലമയിൽ പുറം ഏറിവ വേലനെ അമ്മയ്ക്കും അച്ഛനും അരുമയവാളനെ നീലമയിൽ പുറം ഏറിവ മുരുക ദാ മാമനം എടുത്തോളൂ പോകല്ലേ മുരുക, നീ ജ്ഞാനപ്പഴമാണ്. പഴത്തിന്റെ പേരിൽ നീ ഇവിടെ വന്നിരുന്നത് കൊണ്ട് ഇനി മുതൽ ഈ സ്ഥലം പഴനി പഴനി എന്നറിയപ്പെടും. നമ്മുടെ കുടുംബങ്ങളിലെ കാര്യം പറയേണ്ടതില്ലല്ലോ. ഏത് തരത്തിലുള്ള പ്രശ്നങ്ങൾ മുൻപിൽ വന്നാലും അവയെ സദ്വീക്ഷണത്തോടെയും വിട്ടുവീഴ്ചയോടെയും നേരിട്ടാൽ കുടുംബ വിജയം സാധ്യമാക്കി ഉന്നതിയിലേക്ക് മുന്നേറാം. അവിടെയാണ് കുടുംബത്തിന്റെ വിജയം. അങ്ങനെ എല്ലാ കുടുംബങ്ങളിലും സുഖവും സന്തോഷവും സമാധാനവും ഉണ്ടാവട്ടെ. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.